എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് Zhiyunന്റെ സ്മൂത്ത് 4 എന്ന് പറയുന്ന 3 ആക്സിസ് ഗിംബലിനെയാണ്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഫസ്റ്റ് ലുക്കുമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു റിവ്യൂ ആവശ്യമാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇതല്ല റിവ്യൂവിനുള്ള വീഡിയോ. ഞാനൊരു ഡീറ്റെയിൽഡ് റിവ്യൂ, അതായത് ഗിംബൽ എന്താണ്, ഗിംബലിനെ കുറിച്ച് കൊണ്ട് എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചും അതുപോലെ തന്നെ സ്മൂത്ത് 4നെ കുറിച്ചും സ്മൂത്ത് 4ൻ്റെ കേപ്പബിലിറ്റീസിനെ കുറിച്ചും ഞാനൊരു വീഡിയോ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നതായിരിക്കും. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ലുക്കും അൺബോക്സിങ്ങും മാത്രമാണ്. അപ്പോൾ ആ വീഡിയോനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം. ഇതാണ് Zhiyunന്റെ സ്മൂത്ത് 4. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ടെക് മല്ലു. അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ബോക്സിൻ്റെ പുറത്തുള്ള സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ Zhiyunന്റെ തന്നെ ഒരു ലോഗോ ഉണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് 3 ആക്സിസ് സ്മാർട്ട് ഫോൺ സ്റ്റേബിലൈസർ എന്ന്. ഇവിടെ നമുക്ക് മോഡൽ നമ്പർ ഉണ്ട്. ഇവിടെയും മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഇവിടെ ബോൺ ഫോർ മൊബൈൽ ഫിലിം മേക്കേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഫോൺ ഗോ മോഡ്, അതായത് ഇതിൽ വരുന്ന ഒരു എക്സ്ട്രാ ഫീച്ചറാണ് ഫോൺ ഗോ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൈസ് പോയിന്റിലുള്ള വേറെ ഒരു ഗിംബലിനും വരാത്ത ഒരു സംഭവമാണ് ഈ ഫോൺ ഗോ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും ഈ ഒക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് ഇതിൻ്റെ ഫുൾ റിവ്യൂവിൽ ഞാൻ എന്തായാലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിനായി നിങ്ങൾ കാത്തിരിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോ വരുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക. ഇനി നമുക്ക് ബോക്സിൻ്റെ സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇവിടെയും Zhiyunന്റെ ലോഗോ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ സ്മൂത്ത് 4ൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിലേക്ക് വരുമ്പോൾ സൈഡ് നോക്കാം. സൈഡിലേക്ക് പോകുമ്പോൾ പ്ലെയിൻ ആണ്. ഇവിടെ സ്മൂത്ത് 4 എന്ന് എഴുതിയിട്ടുണ്ട്. വളരെ ക്ലാസി ആയിട്ടുള്ള ഡിസൈനാണ്. അധികം വേണ്ടാത്തതൊന്നുമില്ല. വളരെ ക്യാച്ചി ആയിട്ടുള്ള ഡിസൈനാണ്. അടിപൊളിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ രണ്ട് രീതിയിലുള്ള ഗിംബൽസ് ഉണ്ട്, അതായത് രണ്ട് കളേഴ്സുള്ള ഗിംബൽസ് ഉണ്ട്. നമ്മുടെ കയ്യിലുള്ളത് ബ്ലാക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ബ്ലാക്ക് അല്ലേ? ഓക്കെ, ഇവിടെ എഴുതിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്ത പ്രൈസ് എന്ന് പറയുന്നത് 13,499 രൂപയാണ്. ഞാൻ എന്തായാലും ഇതിൻ്റെ പ്രൈസ്, അതായത് അപ്ഡേറ്റഡ് പ്രൈസിന് വേണ്ടി ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത്തെ വില അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫോൺ ഗോ മോഡ്, ഫോക്കസ് പുൾ ആൻഡ് സൂം കേപ്പബിലിറ്റി, പിന്നെ ഇതിവിടെ കൊടുത്തിരിക്കുന്നുണ്ട് ബോൺ ഫോർ മൊബൈൽ ഫിലിം മേക്കേഴ്സ്. അപ്പോൾ നമ്മളിവിടെ കണ്ട സംഭവങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ Zhiyunന്റെ അഡ്രസ്സും മറ്റു കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി അധികം വൈകിക്കാതെ തന്നെ നമുക്കിത് തുറന്നെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാ തവണയും നിങ്ങളോട് പറയാറുള്ളത് പോലെ ഈ പ്രൈസ് പോയിന്റിലെ ഏറ്റവും നല്ല, അതായത് ഓരോ പ്രൈസ് പോയിന്റിലെ ഏറ്റവും നല്ല സാധനങ്ങൾ മാത്രമാണ് നമ്മളിവിടെ അൺബോക്സ് ചെയ്യുക. അതിപ്പോൾ ഞാൻ ഏത് പ്രൈസിൻ്റെ സാധനം കൊണ്ടുവന്നാലും ആ പ്രൈസ് പോയിന്റിലെ ഏറ്റവും നല്ല സാധനം മാത്രമേ ഞാനിവിടെ അൺബോക്സ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ പ്രൈസ് പോയിന്റിലും നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഗിംബലാണ് Zhiyunന്റെ സ്മൂത്ത് 4 എന്ന് പറയുന്നത്. DJIൻ്റെ വേറൊരു ഗിംബലുണ്ട്, പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഫീച്ചേഴ്സോ ഇത്രയും ക്വാളിറ്റിയോ അതിനും വരുന്നില്ല. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഗിംബലുകളിൽ ഒന്നാണ് Zhiyunന്റെ സ്മൂത്ത് 4 എന്ന് പറയുന്നത്. നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. തുറന്നതിന് ശേഷം ഉള്ളിലേക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ Zhiyunന്റെ ഇത് നല്ല കാര്യമാണ്. അതായത് ആരെങ്കിലും ഇതിനു മുമ്പ് ഓപ്പൺ ചെയ്തനോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഫ്രഷ് പാക്കിംഗ് ആണ്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടഡ് പ്രോഡക്ട്സ് ആണ്, പലതും ഫ്രഷ് പാക്കിങ്ങിൽ വരാറില്ല. നമുക്ക് ഇവിടെ നടക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സംഭവം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഈ സംഭവം അങ്ങ് മാറ്റി വയ്ക്കാം അല്ലേ. നമുക്ക് ഇത് നോക്കുന്നതിന് മുമ്പ് ഇതെന്താ സംഭവം നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു ബുക്ക്ലെറ്റ് തന്നിട്ടുണ്ട്. എന്നോട് ഒന്ന് കീറിപ്പോയി, പക്ഷേ അത് സാരമുണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക്
ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അതായത് ആപ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. ജിയോൻ്റെ ഒഫീഷ്യൽ ആപ്പ് നമുക്ക് ആൻഡ്രോയിഡിൻ്റെ ആപ്പ് മാർക്കറ്റിൽ അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് അവിടുന്ന് അതുപോലെ തന്നെ നിങ്ങളെ ആപ്പിൾ യൂസർ ആണെങ്കിൽ തീർച്ചയായും അവിടുന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതായത് ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്കൊരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട്, ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നതൊക്കെ കുറിച്ച് അത് മാറ്റി വയ്ക്കാം. ഇവിടെ ഇത് നമുക്കൊരു ഒരു തെർമോകോൾ ഫീലുള്ള ബോക്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇത് വളരെ നല്ല കാര്യമാണ്. ഒരു ക്യാരി കേസ് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. ഇവിടെ ജിയോൻ്റെ തന്നെ ബ്രാൻഡിങ് തന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ക്യാരി കേസ് ഉൾപ്പെടുത്തിയത് ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള അതായത് ഇതിന് തൊട്ട് മുന്നേ ഉള്ള മോഡലാണ് ജിയോൻ്റെ സ്മൂത്ത് ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ജിയോൻ്റെ സ്മൂത്ത് ക്യൂവിലുണ്ടായിരുന്നത് ഒരു വയലിൻ്റെ സ്റ്റൈലിലുള്ള ക്യാരി കേസ് ആയിരുന്നു. ഞാൻ വളരെ ഇംപ്രസ്ഡ് ആയിരുന്നു ഈ ക്യാരി കേസിനെ കൊണ്ട്. ഇതും വളരെ മോശമൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേങ്കിൽ ഇറ്റ്സ് ഓക്കെ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനും സ്മൂത്ത് ക്യൂനും ഏകദേശം സെയിം പ്രൈസാണ് വരുന്നത്, സെയിം പ്രൈസ് പോയിന്റിലാണ്. ഇതിനാണ് അധികം ഫീച്ചേഴ്സ് വരുന്നത്. ഇതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ട്രൈപോഡും കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ കേസ് മാറ്റിയാൽ എനിക്ക് കുറ്റമൊന്നും പറയാനില്ല. വളരെ നല്ല കേസ് തന്നെയാണ് ഇത്. താഴെ വീണാലൊന്നും കാര്യമായിട്ടൊന്നും പറ്റത്തില്ല. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്താൽ നമുക്ക് നമ്മുടെ സ്വന്തം ജിയോൻ്റെ സ്മൂത്ത് 4 എന്ന് പറയുന്ന ഗിംബൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിലുള്ള സംഭവങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈപോഡ് സ്റ്റാൻഡാണ്. ഇത് നമ്മുടെ ട്രൈപോഡ് സ്റ്റാൻഡ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ വളരെ നല്ല ക്വാളിറ്റിയാണ്. ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ജിയോൻ്റെ ഒരു ലോഗോ ഇവിടെ ഉണ്ട്. വളരെ ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു ചാർജിങ് കേബിൾ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു സിലിക്കണിൻ്റെ പാക്കറ്റ് ഉണ്ട്, സിലിക്കൺ ജെല്ലിൻ്റെ പാക്കറ്റ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരിട്ട് നമ്മുടെ ഗിംബലിലേക്ക് പോവാം. ഓക്കെ യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജിയോൻ്റെ സ്മൂത്ത് 4 എന്ന് പറയുന്ന ഗിംബൽ. ഇത് വളരെ ഹെവിയാണ്, വളരെ എന്ന് പറയില്ല, കുറച്ച് ഹെവിയാണ്. പക്ഷേ ഇത് നമ്മൾക്ക് ആ ഹെവിനെസ് തന്നെയാണ് ഇതിനൊരു പ്രീമിയം ഫീൽ തരുന്നത്. ഇവിടെ ജിയോൻ്റെ ലോഗോ തന്നുണ്ട്. നമ്മുടെ എസൂസിൻ്റെ ഫോണുകളിൽ പ്രത്യേകിച്ച് സെൻഫോൺ 5Gയിലൊക്കെ കണ്ട സെയിം പാറ്റേൺ ആണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, വളരെ നല്ല പ്രീമിയം ഫീലാണ്. നമുക്ക് ഇത് കൈ പിടിക്കുമ്പോൾ തന്നെ വളരെ നല്ല പ്രീമിയം ഫീലാണ്. നല്ല ഹെഫ്റ്റിയാണ്, നല്ല വെയിറ്റ് ഉണ്ട് സാധനത്തിന്. ഇവിടെ നമുക്ക് വീലുണ്ട്. ഈ വീലിൻ്റെ ഒക്കെ ഉപയോഗം ഞാൻ കൃത്യമായിട്ട് അല്ലെങ്കിൽ വിശദമായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ റിവ്യൂവിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ജിയോൻ്റെ ഒരു ബ്രാൻഡിങ് കൊടുത്തുണ്ട്. ഇനി നിങ്ങൾക്ക് വേറൊരു സംഭവം കൂടെ കാണിച്ചു തരാം. ഓക്കെ, നമുക്കിത് ഓണാക്കാം. അപ്പോൾ ഇവിടെ ബാറ്ററീൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ബാറ്ററിയുടെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് 3-4 ബാറായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ഇംപ്രസ്ഡ് ആണ് ഇതിൻ്റെ ക്വാളിറ്റീനെ വെച്ച് നോക്കുമ്പോൾ. സ്മൂത്ത് 4 എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ട്രൈപോഡ് കൂടെ ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇവിടെയാണ് ഇതിൻ്റെ ട്രൈപോഡ് പോവുക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വളരെ ഉപയോഗപ്പെടുന്നതായിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ തീർച്ചയായും എവിടെയെങ്കിലും സ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു സെൽഫിയോ അങ്ങനത്തെ എന്തെങ്കിലും ഷോട്ട് എടുക്കാനാണെങ്കിൽ തീർച്ചയായും ഇങ്ങനത്തെ ഒരു ട്രൈപോഡ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് ചാർജ് ചെയ്യുക. ഇതിൽ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 mAh ബാറ്ററിയാണ്. അപ്പോൾ ഏകദേശം 12 മണിക്കൂറോളമാണ് ഇതിൻ്റെ ബാറ്ററി ലൈഫ് കമ്പനി പറയുന്നത്. അത് ടെസ്റ്റഡ് ആണ്. ഒരുപാട് റിവ്യൂവേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു 12 മണിക്കൂറോളം തന്നെ നമുക്ക് ബാറ്ററി ലൈഫ് ഈ സാധനത്തിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ ഉപയോഗം അതുപോലെ തന്നെ ഒരു കമ്പാരിസൺ, അതായത് നമ്മളിപ്പോൾ ഒരു മോണോപോഡ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊരു മോണോപോഡാണ്. ഇതുപോലത്തെ ഒരു മോണോപോഡും ഇനി ഒരു 3Axis ഗിംബലും തമ്മിലുള്ള വിഷ്വൽസിൻ്റെ വ്യത്യാസം, അതായത് ഇത് ഉപയോഗിച്ച് ഒരു വീഡിയോ എടുക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മളൊരു ഗിംബൽ ഉപയോഗിച്ച് ഒരു വീഡിയോ എടുക്കുമ്പോഴും ഉള്ള വ്യത്യാസം, അതുപോലെ തന്നെ നമ്മളിപ്പോൾ കൈ പിടിച്ചാണ് എടുക്കുന്നതെങ്കിൽ, അതായത് 3
തരത്തിൽ ഞാൻ ഇതിൻ്റെ കമ്പാരിസൺ കൊണ്ടുവരും. അതായത് കൈ പിടിച്ചിരിക്കുമ്പോൾ അതുപോലെ തന്നെ ഒരു മോണോപോഡ് ഉപയോഗിച്ചുകൊണ്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു 3 ആക്സിസ് ഗിംബൽ വെച്ചെടുക്കുമ്പോൾ ഇതിൽ മൂന്നും തമ്മിലുള്ള വ്യത്യാസവും മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഗിംബലിനെ കുറിച്ച് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഒത്തുചേർത്തിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത തവണ കാണുന്നതുവരെ ടെക് മല്ലു എന്ന ഈ ചാനലിനെ ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാൻ മറക്കരുത്. ടെക് മല്ലു ഒഫീഷ്യൽ എന്നാണ് എൻ്റെ യൂസർ നെയിം. അതുപോലെ തന്നെ ഇവിടെ യൂട്യൂബിലും നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.